നിനക്കും വെക്കട്ടെ? വെയ്യേ, കേട്ടിട്ട് இருக்க. അവൻ എന്തെങ്കിലും ചോദിച്ചു മേടിച്ചിട്ടുണ്ടോ? ரொம்ப நல்லா இருக்கு. ഇവനൊരു രാക്ഷസനാണ്. അവരൊഴിച്ച് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ആയിരിക്കുന്ന കളവിക്കും അറിയാം. സാറ് സൂക്ഷിച്ചിരുന്നോ? അതെടുത്ത് കുത്തിയാലും സാറ് ചാവും. നിങ്ങളെന്താ കഴിക്കാത്തെ? ശവത്തിന്റെ അടുത്തിരുന്ന് എങ്ങനെയാടാ ചിക്കൻ ഫ്രൈ തിന്നുന്നത്? ഡയബറ്റിക് ആയതുകൊണ്ട് ഡയറ്റിങ്ങിലാന്ന് പറയായിരുന്നു. ഓ ശരി, നിനക്ക് വെക്കട്ടെ? നീ ആളുകൊള്ളാലോ, അപ്പോഴേക്കും തീർത്തോ? ഉള്ളതെല്ലാം അവന് കൊടുത്താൽ മതിയോ? എനിക്കും കൂടി താടി തരാന്നേ. പോതുമാ? ഇന്നൊന്ന് പോട്. ശവത്തിന് ചിക്കൻ വിളമ്പെന്ന് ആദ്യമായിട്ട് കാണുക. ഇതെന്നോടല്ല, അവരോട് പറ. ഇതുപോലത്തെ നാരുകളെ കടുത്തിരുത്തി ചോറ് കൊടുക്കുന്ന നാണമില്ലല്ലോ. കൊല്ലോ വേണ്ട. കൊല്ലണ സീൻ കഴിഞ്ഞുപോയി. സാറ് പറഞ്ഞ അവള് കേട്ടില്ല എന്ന് തോന്നുന്നു. അത് പിന്നെ എന്റെ അല്ലേ മോള്. പറയുന്നതും കേക്കില്ല, പറഞ്ഞാലും കേക്കില്ല. നല്ല ബെസ്റ്റ് ഫാമിലി. ഇതൊക്കെ കാണുന്നതിലും ഭേദം ചാവുമായിരുന്നു. ഞാൻ വിചാരിച്ചേ ഇല്ല. എന്താ ലക്ഷ്മി? ആ വെള്ളം എടുക്കാൻ. നീ അവിടെ നിൽക്ക്. നീ എന്തിനാ വരുന്നേ? ഞാൻ എടുത്തോണ്ട് വരില്ലേ? എന്തിനാ ആവശ്യമില്ലാതെ അവനവിടെ വെച്ച് കൊല്ലാൻ പോയത്? ഇതെങ്ങാനും ചേച്ചി അറിഞ്ഞ എന്നെ വിട്ടവളൊന്നു. എന്റെ കല്യാണ ദിവസം എന്റെ അച്ഛനവന്മാര് വെട്ടിനുറുക്കി കൊന്നു. കൊല്ലാനായി ഞാൻ ഇറങ്ങി തിരിച്ചപ്പോ അന്ന് ആ പന്തൽ വെച്ച് നിന്റെ ചേച്ചി കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തൊരു കാര്യം ആവശ്യപ്പെട്ടു. ആരെയും ഞാൻ ഇനി ഒരിക്കലും കൊല്ലരുത്. അതുകൊണ്ടാ ഇതെല്ലാം ഞാൻ അവളുടെ മുന്നിൽ മറക്കുന്നത്. ഡേയ്, ഇവനെ സൂക്ഷിച്ചോ. ഇവനെ പുതച്ചിടുങ്ക. സൊല്ലു തമ്പി, നീ എന്റെ ജീവൻ രക്ഷിച്ചവനാ. വെറും കൈയോടെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. എന്ത് വേണമെങ്കിലും ചോദിച്ചോ. എനിക്കൊന്നും വേണ്ട സാർ. അദ്ദേഹത്തിന്റെ പേപ്പേഴ്സൊക്കെ എനിക്ക് കൊടുത്താൽ മതി. കൊടുക്കാൻ പറയണേ. കൊടുത്തേക്കാം. നിന്നെ പോലൊരു ഉശിരം കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നീ എന്റെ കുടുംബത്തിലൊരാളായ ഇന്തോലകമേ എന്നെ പത്ത് ഭയപ്പെടോ. ഡോക്യുമെന്റ്സിലൊക്കെ എന്തോ ഉള്ളേ? വൈകുന്നേരം തന്നെ എത്തി ഹോസ്റ്റലിൽ നേരെ ഇങ്ങോട്ടാ വരാൻ പോകുന്നേ. അവളുടെ നിന്റെ വിവാഹ നിശ്ചയത്തിന് സ്ത്രീധനായിട്ട് ഡോക്യുമെന്റ്സ് അങ്ങ് തന്നേക്കാം. തൂക്കി അവങ്ക മുഖത്തിലെ വീസ്. അവളെ കല്യാണം കഴിക്കാൻ ഇവിടെ ഞാനില്ലേ? പെണ്ണിനെ കാണുമ്പോ ആർക്കായാലും പ്രേമം തോന്നും. കത്തി കാണുമ്പോ മുട്ടുപറയ്ക്കാത്ത കാലം വരുമ്പോ പറ, അപ്പ ആലോചിക്കാം. ഷൂ വല്ലാത്ത ടൈറ്റാണ്. അടുത്ത പ്രാവശ്യം നോക്കി വാങ്ങിക്കാം. എനിക്ക് കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ വേറെ ഏതൊരുത്തം കെട്ടിക്കൊണ്ടുപോയി. ഏതൊരുത്തം പ്രേമിക്കുന്ന പെണ്ണിനെ ഇപ്പം ഞാൻ കെട്ടണോ അത്രേ? ശരിക്കും ഞാൻ പ്രേമിക്കുന്ന പെണ്ണുമായിട്ട് ഞാൻ എന്നാണോ ഇനി ജീവിക്കാൻ പോകുന്നത്? ഷക്കീല പടം കാണാൻ തിയേറ്ററിൽ പോയിരുന്നപ്പോൾ തൊട്ടടുത്ത സീറ്റ് ഹെഡ് മാസ്റ്റർ വന്നിരുന്നവന്റെ അവസ്ഥയായിരുന്നു. മോളെ ഇങ്ങ് വന്നേ. എന്താ ചേച്ചി? എനിക്കാണോ? അല്ല, വള്ളിക്ക. വൈകിട്ട് അവളുടെ കല്യാണ നിശ്ചയമല്ലേ, അവൾക്ക് സാരി ഉടുക്കാൻ അറിയില്ല. മോളൊന്ന് സഹായിച്ചു കൊടുക്കണേ പ്ലീസ്. അവളെ കാണാൻ എങ്ങനെ ഉണ്ടാവും?
പാണ്ടിയല്ലേ, വലിയ പേഴ്സണാലിറ്റി ഒന്നും കാണില്ല. എന്റെ ഗുരുവായൂരപ്പ, എത്ര ബെറ്റർ ആയാലും എന്റെ ഒപ്പൊന്നും എത്തില്ല. തുടക്കം മാംഗല്യം തന്തരാറിന പിന്നെ ജീവിതം. ഈ സാരി തരാൻ പറഞ്ഞു. നിന്റെ പേരെന്താ? സമീറ. നാടോ? കൊച്ചി എന്ന് പറയും. അവിടുന്ന് കൊണ്ടുവന്നാണോ? കൊണ്ടുവന്നല്ല, തന്നയച്ചതാ. ഒന്നാ സാരി ഇങ്ങ് എടുത്തു കാണിക്കേ. അതൊന്നും വെച്ച് കാണിച്ചേ. ചുളുങ്ങിപ്പോയല്ലോ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അയൺ ചെയ്ത് വെച്ചേക്ക്. ഞാൻ അയൺ ചെയ്യണോ അല്ലേ? നീ ഇന്നതിടന്ന് എനിക്കൊന്ന് കാണോടി. സോറി, കരിഞ്ചു പോച്ച്. ആ ലേസിങ് എടുക്ക. ഷൂ ലേസ്. അവൻ ഇതൊന്ന് കണ്ട് കൊതിക്കട്ടെ. എന്തോ ലഡു വളരെ ചെറുതായി പോയി. ഹായ്. താങ്ക് യു. ഹായ്. നന്നായിട്ട് അറിയാമോ കൊല്ലാനായിട്ട്? പിന്നെ എങ്ങനെ എന്റെ അണ്ണന് നിന്നെ ഇഷ്ടമായ? സത്യം പറഞ്ഞ നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. മാമനെ കെട്ടാനാ എനിക്കിഷ്ടം. ഈ കാര്യം തന്നെ അണ്ണനോട് പറഞ്ഞ എനിക്ക് ഇവിടെ നിന്ന് പോവായിരുന്നു. ഞാനെന്തിനാ പറയണ്ടേ? പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കല്യാണം നടത്തും. കെട്ടിച്ചാലും ഞാൻ ജീവിക്കുന്നാണോ? ആദ്യ രാത്രിയിൽ പാലിൽ വിഷം കലർത്തി നിന്നെ ഞാനങ്ങ് കൊല്ലും. കുറച്ചു ദിവസം ഞാനങ്ങ് കരയും. ചെറുപ്പായതുകൊണ്ടേ അണ്ണൻ എന്റെ സങ്കടം കണ്ട് എന്ത് വേണമെന്ന് ചോദിക്കും. മാമനെ കെട്ടണമെന്ന് പറയും. അവൾ ഒരുപാട് അങ്ങ് കുച്ചിപ്പിടി കളിക്കുന്നുണ്ട്. ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യണ്ടെന്ന് പറ. സ്ട്രെച്ച് അല്ല, സ്ട്രെസ്. നമ്മൾ സംസാരിക്കുന്ന എന്താണെന്ന് കേട്ടില്ലെങ്കിൽ അവൾ ചത്തുപോകും. കാരണം അവള് എൻ്റെ ഗേൾഫ്രണ്ടാ. തനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അവളോടെങ്കിലും ഒന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവള് മരിച്ചു പോകും. ലഡ്ഡു സാപ്പിടുറിയാ ചെല്ലോ? ഫസ്റ്റ് നൈറ്റ് ഫുള്ളാ സാപ്പിടலாம். ആ